ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കപ്പയും ബീഫും ഒരു ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചേക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്കറിലാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ടു. ഇനിയിപ്പോൾ വെള്ളം ഇത് കപ്പ മുങ്ങിക്കെടുക്കുന്ന അത്രയും ഉപ്പത്തിനൊപ്പം വെള്ളം വയ്ക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് ഉലർത്തി വെച്ചേക്കുന്ന ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ തന്നെ ഞാനിത് റെഡിയാക്കി വെച്ചേക്കണമായിരുന്നു. അപ്പോൾ ആ ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. കപ്പയുടെ വേവ് അനുസരിച്ച് നമ്മൾ വിസിൽ കേൾപ്പിക്കണം. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി എടുത്തു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവാളയും പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. എന്നിട്ട് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല, കാരണം ഞാൻ ബീഫ് ഉലർത്താൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഇട്ടതാണ്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മസാലപ്പൊടി മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ വെച്ചാൽ കപ്പയുടെ വേവ് അനുസരിച്ചിട്ട് മാത്രമേ വിസിൽ കേൾപ്പിച്ചാൽ മതി, കാരണം ബീഫ് ഓൾറെഡി കുക്കായതാണല്ലോ. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് വേവുന്ന കപ്പയായതുകൊണ്ട് തന്നെ ഞാൻ 2 വിസിൽ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അപ്പോഴേക്കും വെന്ത് കിട്ടി എനിക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ കപ്പ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയും കപ്പ ബീഫ് ബിരിയാണി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണം, സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.